السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ബഹുനിറയ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വാക്കുകളും നമ്മുടെ ഭാഷാപ്രയോഗങ്ങളും നമുക്ക് ഉണ്ടാക്കുന്ന ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ചുള്ള ചില ചിന്തകളാണിന്ന് നമ്മൾ ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. നമ്മുടെ മനസ്സിലും ഉണ്ടാവണം, നമ്മുടെ പ്രവൃത്തിയിലും ഈ നാവിനെക്കുറിച്ചുള്ളൊരു ബോധം, വാക്കുകളെ എങ്ങനെ പ്രയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ളൊരു കാര്യമായ ഗൗരവപൂർണമായ ഒരു ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാവേണ്ടതാണ്. കേരളത്തിൽ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില അറസ്റ്റുകളെക്കുറിച്ച് നമ്മളൊക്കെ അറിയുന്നുണ്ട്. ദയാർത്ഥപ്രയോഗം പറഞ്ഞ് ഏതോ ഒരു സ്ത്രീയെ മാനം കെടുത്തി എന്ന രീതിയിലാണ് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ വരുന്നത്. അത് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സ്മരിക്കേണ്ടതും അവിധത്തിലുള്ള അബദ്ധങ്ങളിൽ വന്നു പോവാതിരിക്കാൻ ബോധപൂർവം ശ്രമിക്കേണ്ടതുമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മനുഷ്യനെ ഏറ്റവും കൂടുതൽ മനോഹരമായാണ് പടച്ച റബ്ബ് സൃഷ്ടിച്ചത്. അതുപോലെയുള്ള ഒരു ആകാര സൗഷ്ഠവം മറ്റൊരു ജന്തുവിനും ജീവിക്കുമില്ല എന്ന് നമുക്കറിയാം. മനുഷ്യൻ അള്ളാഹു വ്യത്യസ്തങ്ങളായ നിയമത്തുകൾ നൽകി. അതിൽപ്പെട്ടതാണ് ബുദ്ധി, ചിന്ത പോലെയുള്ളതൊക്കെ. അതേപ്രകാരം മനുഷ്യൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഭാഷാസിദ്ധി. മനുഷ്യരല്ലാത്ത മറ്റു ജീവികൾക്കൊന്നും വിപുലമായ വാക്ക് പ്രയോഗങ്ങളില്ല, ഭാഷയില്ല, സാഹിത്യങ്ങളില്ല. അവരുടെ ജീവിതത്തിലെ വളരെ ചെറിയ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സൂചനകൾ നൽകാനേ അവർക്ക് സാധിക്കും. മനുഷ്യനങ്ങനെയല്ല. അവൻ വിശാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വ്യത്യസ്തങ്ങളായ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ കണക്കനുസരിച്ച് 7111 ഭാഷകളുണ്ട് ലോകത്തുനിന്ന്. അതിൽ പലതൊക്കെ വിസ്തൃതങ്ങളാണ്, ചിലതൊക്കെ സ്മൃതിയിലേക്ക് എത്തുന്നു, മറ്റു ചിലതൊക്കെ എഴുത്തില്ല. അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട് അതിൽ. എന്തായാലും 7111 ഭാഷകളുണ്ട് ഇന്ന് ലോകത്ത്. അത് 141 ഭാഷാ ഗോത്രങ്ങളിലായിട്ടാണ് നിലകൊള്ളുന്നത്. ഒരു പൂർവ്വ ഭാഷയിൽ നിന്ന് ഭിന്നിച്ചും വികസിച്ചും വരുന്ന വ്യത്യസ്തങ്ങളായ ഭാഷകളെയാണ് ഒരു ഭാഷാഗോത്രം എന്ന് പറയാം. അപ്പോൾ അവ തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ടാകും, പദത്തിൽ സാമ്യതയുണ്ടാകും, ഗ്രാമറിൽ പോലും ഭാഷാ നിയമങ്ങളിൽ പോലും അവ തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ടാകും. മനുഷ്യർ അത്രമേൽ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തന്നെ മനുഷ്യന് നൽകിയ നിഅമത്ത് പറയുമ്പോൾ സൂറത്തു റഹ്മാനിൻ്റെ 4-ാമത്തെ വചനത്തിൽ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ, അള്ളാഹു മനുഷ്യനെ പടച്ചങ്ങനെ മൃഗങ്ങളെപ്പോലെ വിട്ടില്ല. അല്ലമഹുൽ ബയാൻ, മനുഷ്യൻ്റെ ഭാഷ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അടിസ്ഥാനപരമായി ഭാഷ അള്ളാഹുവാണ് പഠിപ്പിച്ചു തരുന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുകയും മാലാഖമാരുടെ മുമ്പിൽ ആദം നബിയുടെ ശ്രേഷ്ഠത വെളിപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ചെയ്തത് ഈ ഭാഷാ പരിജ്ഞാനം, വൈജ്ഞാനികമായ ശ്രേഷ്ഠത നൽകുകയായിരുന്നു. അങ്ങനെയാണ് എല്ലാ വസ്തുക്കളെയും മുന്നിൽ കൊണ്ടുവരികയും ഇതൊക്കെ എന്താണ് എന്ന് മാലാഖമാരോട് ചോദിക്കുകയും അവരവരുടെ നിസ്സഹായത വെളിപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടതാണ്, പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ നമ്മൾ ഓതുന്നതുമാണ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, പടച്ചവനെ നീ പഠിപ്പിച്ചു തന്ന വിജ്ഞാനമല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്നവരുടെ പരിമിതി അവർ വെളിപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇവകളുടെയൊക്കെ നാമങ്ങൾ, പേര്, അത് വെറും പേരാണോ, വിശദീകരണമാണോ, അത് സംബന്ധമായ സമ്പൂർണമായ പഠനമാണോ, ഇങ്ങനെയൊക്കെ വിശദീകരണങ്ങൾ നമ്മുടെ തഫ്സീറുകളിൽ കാണാം. എന്തായാലും അള്ളാഹു ആദം നബിയോട് അന്വേഷിക്കുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനൊക്കെ കൃത്യമായി മറുപടി പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് പടച്ച റബ്ബ് മനുഷ്യൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്നത്,
നിങ്ങളല്ലായിരുന്നോ പറഞ്ഞത്? എന്തിനാണ് ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രം ഒരു വിഭാഗത്തെ നിയോഗിക്കുന്നത് എന്ന്? അങ്ങനെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വണക്കം ചെയ്യാൻ അള്ളാഹു പ്രത്യേകമായി അവരോട് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ അള്ളാഹു നൽകിയ വലിയ ഒരു ശ്രേഷ്ഠതയാണ് ഭാഷാ വൈവിധ്യം, ഭാഷാ പ്രയോഗം, സാഹിത്യം ഒക്കെ. ഈ പറഞ്ഞ സൂറത്തിലെ അല്ലമഹുൽ ബയാൻ എന്നതിന് ശരീഅത്ത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ശരീഅത്തിൻ്റെ നിയമങ്ങളാണ്, മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങളാണ് ഈ ബയാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. അങ്ങനെയൊക്കെ വെച്ചാലും ഈ ശരീഅത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യന് കൈമാറി കിട്ടാൻ ഭാഷ ആവശ്യമാണ്. മറ്റു ജീവികൾക്ക് മുമ്പൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേവലം അവരുടെ ആയുസ് തീരുവോളുള്ള ജീവിതം മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത്. അതിൽ പുരോഗതിയില്ല, മാറ്റങ്ങളില്ല, വ്യത്യസ്തങ്ങളായ കണ്ടെത്തലുകൾക്ക് അവർക്ക് താല്പര്യമില്ല, അതിനോട് പറ്റുന്ന ബുദ്ധിയുമില്ല. മനുഷ്യൻ അങ്ങനെ അല്ലാത്തത് കൊണ്ട് അവൻ്റെ വിജ്ഞാനം പരന്നുകൊണ്ടിരിക്കണം. അതിനേറ്റവും ഉപയോഗപ്രദമായ ഭാഷാ പരിജ്ഞാനം അവനുണ്ടാവുകയും വേണം. ഈ ഭാഷയും അതിൻ്റെ ഉപയോഗവും എങ്ങനെയൊക്കെ ആവണം എന്നത് കൃത്യമായി മതം നിർവചിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ആധുനികരാവുന്ന കുട്ടികളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ചോദ്യമാണ്, മതം എന്തിനാണ് നമുക്ക് ശാസ്ത്രം പോരെയെന്ന്. മതം എന്തിനാണ് ശാസ്ത്രം പോരെ എന്ന് നമ്മുടെ കുട്ടികളൊക്കെ പലപ്പോഴും ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം 2 നൂറ്റാണ്ടൊക്കെ മുന്നേ വലിയ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അതിനെ ഇല്ലാതെയാക്കിയത് ശാസ്ത്രത്തിൻ്റെ വികാസമാണ്. കുറച്ച് മുന്നേക്ക് കോളറ പോലെയുള്ള, പ്ലേഗ് പോലെയുള്ള, മസൂരി പോലെയുള്ള നിരവധിയായ പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്നു. അവയെ ഇല്ലാതാക്കിയതും ശാസ്ത്രം തന്നെയാണ്. പിന്നെ മനുഷ്യന് ശാസ്ത്രമല്ലേ വേണ്ടത്, മതം എന്തിനാണ്? ഇതിലൊന്നും മതത്തിനൊരു സ്വാധീനമില്ലല്ലോ എന്ന ചോദ്യം കൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ പലരും ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഇതിൻ്റെ കമ്പയർ ചെയ്യൽ പോലും ഒരു വിഡ്ഢിത്തമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു വിജ്ഞാന ശാഖയാണ്. മനുഷ്യൻ പരമാവധിക്കപ്പുറം പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ ആവശ്യങ്ങൾക്ക് പൂരണം നൽകാൻ ആവശ്യമായ കുറേ വിജ്ഞാനങ്ങളുടെ ശേഖരമാണ്. മതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കേവലം വിജ്ഞാനമല്ല. മനുഷ്യനെ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നടത്തിക്കേണ്ടതെന്നതും അവനെ എങ്ങനെയാണ് ധാർമ്മികത നിശ്ചയിക്കേണ്ടത് എന്നും കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ആദർശമാണ് മതം. ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ വികാസം കൊണ്ടല്ലേ രോഗം മാറിയത്, അതുകൊണ്ടല്ലേ ഭക്ഷ്യ ക്ഷാമം തീർന്നതെന്നൊക്കെ പറയുമ്പോൾ അതേ രീതിയിൽ മറ്റു ചിലത് ചോദിക്കാൻ പറ്റും. ശാസ്ത്രത്തിൻ്റെ വികാസം കൊണ്ടല്ലേ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഹൈഡ്രജൻ ബോംബിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ എന്തിനാ മരിക്കുന്നത് എന്ന് പോലും അറിയാതെ മരിച്ചു തീർന്നത് നമുക്ക് ചോദിക്കാൻ പറ്റും. ലോകമഹായുദ്ധങ്ങൾ 1ഉം 2ഉം കോടാനുകോടികളാണെന്ന് മരിച്ചു പോയത്. കാണാതെയായവരുടെ എണ്ണം അതിനേക്കാൾ വരും. ഇത് ശാസ്ത്രത്തിൻ്റെ വികാസം കൊണ്ടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ബോംബിൻ്റെയും അണുബോംബിൻ്റെയും ഒക്കെ അടിസ്ഥാന നിയമമാകുന്ന E=mc². നമ്മളൊക്കെ പഠിച്ചതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീനെ ശാസ്ത്രലോകത്തെ ഏറ്റവും വലിയ മഹാനാക്കി തീർത്ത ആ ഒരു കണ്ടെത്തൽ അദ്ദേഹം പിന്നീട് വിലപിച്ചുവത്രേ. അത് കണ്ടുപിടിക്കേണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ കുറേ ആളുകളെ ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ കൊന്നുകളഞ്ഞത്. ഞാൻ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് പുരോഗതി ഉണ്ടാക്കേണ്ടത് എന്ന് ചിന്തിച്ച് കണ്ടുപിടിക്കാൻ ഖുർആൻ നമ്മളെ ഏൽപ്പിച്ചതാണ് പലയിടങ്ങളിൽ. ആ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാവണം ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ശാസ്ത്രത്തിന് പറയാൻ പറ്റൂല. അതിൻ്റെ മേഖല അതല്ല. അത് പറയാനാണ് മതം, അത് പറയാനാണ് ആദർശം. നിനക്ക് അനുഭവം ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ അത് മനുഷ്യരുടെ തലയിൽ കൊണ്ടുപോയി ചൊരിയരുതെന്ന് പറയാൻ. നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ക്ലസ്റ്റർ ബോംബുകൾ നിർമ്മിക്കാൻ പറ്റും, പക്ഷേ നിസ്സഹായരും പട്ടിണി പാവങ്ങളുമാകുന്ന ഗസയിലെ മനുഷ്യരുടെ മുകളിൽ കൊണ്ടുപോയിട്ട് അതിട്ട് ആ നാടിനെ കുട്ടിച്ചോറാക്കരുതെന്ന് പറയാൻ ആത്മീകമായ ദർശനം വേണം. അതാണ് മതം. ഭാഷയുടെ കാര്യം എടുക്കുക, അതും അങ്ങനെ തന്നെ. നമുക്ക് സിദ്ധിയുണ്ട്, ഭാഷ വികസിപ്പിക്കാനുള്ള വിവിധങ്ങളായ മാർഗങ്ങളുണ്ട്. നമ്മുടെ മുതലിങ്ങളൊക്കെ വിവിധങ്ങളായ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ഭാഷ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാൻ ഒരാദർശം വേണം. അതാണ് മതം. ആരെങ്കിലും ദ്വയാർത്ഥ പ്രകാരം പരിഹസിക്കാൻ പാടുണ്ടോ? ഇല്ലെന്ന് ഭാഷ പറയില്ല, സയൻസ് പറയില്ല, ശാസ്ത്രം പറയില്ല. കാരണം അതിൻ്റെ മേഖലയല്ല അത്. അത് പാടില്ലെന്ന് പറയാൻ മതം വേണം. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തിപ്പറഞ്ഞും ടൈറ്റ് പേര് വിളിച്ചും പരിഹസിച്ചും
മനുഷ്യനെ മാനം കെടുത്തുന്നവർക്ക് അത് കഠിനമായ ശിക്ഷയുണ്ടെന്ന് പറയാൻ മതം വേണം, വേദം വേണം. വൈലുന്ന് പറഞ്ഞിട്ടാ ആ അധ്യായം തുടങ്ങുന്നത് തന്നെ. ലികുല്ലി ഹുമസത്തുൽ ലുമസ, പരിഹസിക്കുക, കുത്തിപ്പറയുക, ടൈറ്റ് പേര് വിളിക്കുക, നാക്കുകൊണ്ടും ആക്ഷൻ കൊണ്ടും ഒരു മനുഷ്യനെ മാനം കെടുത്തുക. നാക്കുകൊണ്ടും ആക്ഷൻ കൊണ്ടും. വാക്കുകൊണ്ട് മാനം കെടുത്തുന്നത് നമുക്ക് വേഗം മനസ്സിലാവും. നമ്മുടെ പ്രവൃത്തി കൊണ്ട് വേറൊരുത്തനെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാലിന് സൃഷ്ടിപരമായി വൈകല്യമുള്ള ഒരാളെ അപ്രകാരം ഇങ്ങനെ കാലിങ്ങനെ ഇളക്കി നടന്നിട്ട് പരിഹസിച്ചുകൊണ്ടിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, അവർക്ക് അതികഠിനമായ ശിക്ഷയുണ്ടാകും, നരകത്തിൻ്റെ അഗാധഗർത്തമാകുന്ന വയലിലേക്ക് പോകേണ്ടി വരും എന്ന് പറയാൻ ഒരു ധാർമ്മിക ദർശനം വേണം. അതാണ് മതം. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ ഉപകാരങ്ങളെയും നിഅമത്തുകളെയും നമുക്ക് ഉപയോഗിക്കാൻ യാതൊരു തടസ്സമില്ല. പക്ഷേ അത് നമുക്ക് തോന്നിയതുപോലെ മറ്റൊരുത്തനെ മാനം കെടുത്താനോ അവൻ്റെ ആത്മാഭിമാനത്തെ ക്ഷതപ്പെടുത്താനോ ഉപയോഗിക്കാനേ പാടില്ല. ഹജ്ജത്തുൽ വദാഇൻ്റെ പ്രഭാഷണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക സമൂഹത്തിന് മുന്നിൽ ഇസ്ലാമിൻ്റെ മാനവിക ദർശനം പ്രഖ്യാപിക്കുകയായിരുന്നു. പലതും പറയുന്ന കൂട്ടത്തിൽ പ്രാധാന്യത്തോടുകൂടെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഓരോ വ്യക്തിയുടെയും ആത്മാഭിമാനം സംരക്ഷിക്കൽ നിർബന്ധമാണ്. എന്നാണ് പറയാം. ഇസ്ലാമിൻ്റെ ഫിഖ്ഹ് രൂപപ്പെടുന്നതിൻ്റെ അടിസ്ഥാന സബബുകൾ പറയുന്നൊരു പഠനശാഖയുണ്ട്. നമ്മുടെ ഫിഖ്ഹിൻ്റെ നിയമങ്ങളൊക്കെ എങ്ങനെയാണ്? ഒന്ന്, മനുഷ്യൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതാവണം എന്നാണ്. അപ്പം അന്യൻ്റെ മുന്നിൽ പരിഹസിക്കപ്പെടാൻ ആരും ആഗ്രഹിക്കില്ല. അന്യൻ്റെ മുമ്പിൽ മാനം കെടാൻ ഒരാൾക്കും താല്പര്യം ഉണ്ടാവില്ല. അതവൻ്റെ അഭിമാനത്തിന് ക്ഷതമാണ്. ഹബീബായ നബി തങ്ങൾ ഹജ്ജത്തുൽ വദാഇൻ്റെ മാനവിക പ്രഖ്യാപനത്തിൽ പോലും അത് പ്രാധാന്യത്തോടു കൂടെ ഉൾക്കൊള്ളിച്ചു. മനുഷ്യരുടെ രക്തം, മനുഷ്യരുടെ സമ്പത്ത്, മനുഷ്യരുടെ ഇർദ്, ആത്മാഭിമാനം, അതൊരിക്കലും ക്ഷതം വരുത്തരുത്. അപ്പോൾ വാക്കുകൾ എങ്ങനെയാവണം? അത് വളരെ മാന്യമായിരിക്കണം, മിതമായിരിക്കണം, ആവശ്യത്തിന് മാത്രം അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബലദിൻ്റെ 7-ാമത്തെ വചനത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിനെ പ്രത്യേകമായി എടുത്ത് നമ്മളോടൊരു കാര്യം ഉന്നയിക്കുന്നുണ്ട്. അലം നജ്അൽ ലഹു എന്നിങ്ങനെ തുടങ്ങി ചില നിയമത്തുകൾ പറഞ്ഞ് വ ലിസാനം വ ഷഫത്തൈനി, നിങ്ങൾക്ക് അള്ളാഹു 2 ചുണ്ട് നൽകിയില്ലയോ? വ ലിസാനൻ, ഒരു നാവും നൽകിയില്ലയോ? എന്താണ് ഈ ചുണ്ട് നൽകിയതിൻ്റെ പ്രത്യേകത? ഈ ചുണ്ടില്ലാതായിരുന്നുവെങ്കിൽ നമ്മുടെ സംസാരം സാധ്യമല്ലാതെ വരും, നമ്മുടെ ഭക്ഷണം കഴിക്കൽ സുഗമമല്ലാതെ വരും, മനുഷ്യനോടുള്ള സഹവാസം പോലും പറ്റാതെ വരും. നമ്മുടെ നാവ് കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അത് ഈർപ്പം നിറഞ്ഞതാവണം. അതിനാണ് അള്ളാഹു ഉമിനീർ നൽകുന്നത്. ഈ 2 ചുണ്ടുമില്ലാത്തൊരവസ്ഥ വന്നാൽ ആ ഉമിനീർ ഒലിച്ചുകൊണ്ടേയിരിക്കും, ഇറ്റി വീണുകൊണ്ടേയിരിക്കും. എല്ലാ മനുഷ്യരുടെയും ഉമിനീർ ഇങ്ങനെ ഇറ്റി വീണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. അപ്പം അള്ളാഹു ചുണ്ട് നൽകിയില്ലേ എന്ന പ്രത്യേകമായ ചോദ്യത്തിൻ്റെ ആദർശം, ആശയം, ആഴം നമുക്ക് ബോധ്യപ്പെടും. പിന്നീട് നമ്മുടെ ഭക്ഷണം ചവച്ചരക്കണമെങ്കിൽ ചുണ്ട് തീർച്ചയായിട്ടും വേണം, അല്ലെങ്കിൽ ചവക്കണനുസരിച്ച് തെറിച്ച് വീണുകൊണ്ടിരിക്കും, ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നമ്മളുടെ മുഖമാണ് ഏറ്റവും വലിയ അടയാളം. അത് മനോഹരമായി നിലകൊള്ളണമെങ്കിൽ ചുണ്ട് ആവശ്യമാണ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫത്തൈൻ. ചുണ്ടിൻ്റെ പ്രത്യേകത പിന്നെയും കുറേ നമുക്ക് പറയാൻ പറ്റും. അക്ഷരം പറയാൻ കഴിയില്ല. നമ്മൾ പല അക്ഷരവും മൊഴിയുന്നത് ചുണ്ടിൻ്റെ സഹായത്തോടെയാണ്. മ പോലെയുള്ളതൊക്കെ നേരെ ചുണ്ടിൽ നിന്നാണ്. മറ്റക്ഷരങ്ങൾ മൊഴിയാനും ചുണ്ടിൻ്റെ സഹായം കൂടിയേ തീരൂ. ഇങ്ങനെ തുറന്ന് ഒരു ഓപ്പണായിട്ട് വായ കിടക്കുകയാണെങ്കിൽ നമുക്ക് അക്ഷരങ്ങൾ പലതും പറയാനേ കഴിയില്ല. ഈച്ച അറുത്തുകൊണ്ടിരിക്കും നമ്മുടെ മുൻഭാഗത്ത്. രണ്ടാമതായി അല്ലാഹു ചോദിക്കുന്നു, വലിസാനൻ, നിങ്ങൾക്ക് നാവ് നൽകിയില്ലേ എന്ന്. നാക്കില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരു കാര്യം നമുക്ക് മറ്റൊരാളോട് പറയാൻ പറ്റുമോ? ഒരാളോട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ നാക്കില്ലാതെ കഴിയില്ല. നമുക്കൊരു ഗാനം ആലപിക്കാൻ കഴിയില്ല. ഞാനീ പ്രഭാഷണം നടത്തുന്നത് അള്ളാഹു നാക്ക് നൽകിയത് കൊണ്ട് മാത്രം. ഇതിന് സാധ്യമേ അല്ല.
അങ്ങനെ അള്ളാഹു പ്രത്യേകമായ നിഅമത്തായി ഈ 2-3 സംഗതികളൊക്കെ നൽകുമ്പോൾ അത് സുതാര്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് ഖുർആൻ നമ്മളെ ബോധിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 36-ാമത്തെ വചനം അള്ളാഹു ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ നിഅമത്തിനെയും അള്ളാഹു ചോദ്യം ചെയ്യുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ തുടക്കം തന്നെ, ആയത്തിൻ്റെ തുടക്കം തന്നെ, ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് വിവരമില്ലാത്തതിൻ്റെ പിറകെ കൂടരുത് എന്നാണ്. നേരത്തെ നമ്മൾ സ്വാഗത പ്രഭാഷണത്തിൽ കേട്ടു, വിവരമില്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ അഭിരമിക്കുന്നതിനെ കുറിച്ച്. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, കൃത്യമായ ബോധവും കൃത്യമായ വിവരമില്ലാത്ത ഒന്നിൻ്റെയും പിറകെ നീ കൂടരുത്. എന്തുകൊണ്ട്? ഇന്നസം കേൾവി, വൽ ബസർ കാഴ്ച, വൽ ഫുആദ് നിന്റെ ഹൃദയത്തിൻ്റെയും ചിന്തയുടെയും ഓരോ പ്രവൃത്തിയും ആലോചനയും. നസം വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാത്തിനെയും കുറിച്ച് ചോദ്യം ഉണ്ടാവും. നമ്മുടെ നാവ് എങ്ങനെ ഉപയോഗിച്ചു എന്ന് ചോദ്യം ചെയ്യും. നമ്മുടെ കണ്ണ് എന്തിനൊക്കെ വേണ്ടി തുറന്നുവെന്ന് ചോദ്യം ചെയ്യും. ഈ നാക്ക് മനുഷ്യനെ വല്ലാതെ ദുനിയാവിലും ആഖിറത്തിലും തകർക്കുമെന്ന് ഓരോ വ്യക്തിയും ബോധത്തോടുകൂടെ ജീവിക്കണം. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. നാക്കിൻ്റെ ഏറ്റവും വലിയൊരു ദൂഷ്യം അതാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഒരൊറ്റ വാക്കുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ചിന്തകൾ കൊണ്ടുപോകും, പ്രവൃത്തികൾ കൊണ്ടുപോകും. അതങ്ങനെയാണ്. കൃത്യമായി മനുഷ്യനെ ഈ ഒരു ധാർമ്മിക രീതിയിലൂടെ കൊണ്ടുപോകലാണ് മതത്തിൻ്റെ ആദർശം. ഒരു പട്ടാളക്കാരെ സംബന്ധിച്ച് അവരുടേതായ പ്രവൃത്തി മേഖലകളിൽ എന്തൊക്കെ വിലക്കുകളുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. സാധാരണ ഡ്രസ്സ് ധരിക്കാൻ പറ്റുമോ? ഇല്ല. നിൽക്കേണ്ട പട്ടാളക്കാരന് എപ്പോഴെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അവന് ഇത്ര ഭാരം ചുമന്നുകൊണ്ട് ഇത്ര കിലോമീറ്റർ ഓടണമെന്ന നിയമത്തിൽ എന്തെങ്കിലും ഒരു വെള്ളം ചേർക്കാൻ പറ്റുമോ? ഇല്ല. അവൻ്റെ അത്തരം പരിപാടികൾ നടക്കുമ്പോൾ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കാൻ പാടുണ്ടോ? ഇല്ല. മാർച്ച് പാസ് നടക്കുമ്പോൾ, അവരുടെ പരിശീലനം നടക്കുമ്പോൾ, നമുക്ക് ഈ കുന്നിൻ്റെ മുകളിൽ പോയാലറിയാമല്ലോ, അത്ര ഗംഭീരമായ തീവ്രമായ വകുപ്പിൽപ്പെട്ട പട്ടാളമൊന്നും അല്ലെങ്കിൽ പോലും ഈ വകുപ്പിൽപ്പെട്ടവരാണ്. അവരുടെ മാർച്ച് പാസിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റുമോ? വണ്ടി പോകുന്നത് കാണാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ കുറേയേറെ നിയന്ത്രണങ്ങളുണ്ട്, കുറേ നിയമങ്ങളുണ്ട്. അതിനേക്കാൾ ഉദാത്തമായ ലക്ഷ്യമുണ്ട് മനുഷ്യന്. അവന് പരമമായ വിജയം, പരലോകത്തുള്ള അനന്തമായ ജീവിതത്തിൽ പരമാനന്ദത്തിലേക്ക് എത്തിച്ചേരൽ. ഇതിന് ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റൂല. അന്യ പെണ്ണിനെ നോക്കിക്കൂടാ. നിസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില പ്രത്യേകമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അതുവരെ അനുവദനീയമായ പലതും പിന്നെ അനുവദനീയമല്ലെന്ന് വരും. നമുക്ക് കുടിക്കാൻ പറ്റൂല, നമുക്ക് കഴിക്കാൻ പറ്റൂല, നമുക്ക് ചിരിക്കാനോ സംസാരിക്കാനോ പറ്റൂല. കാരണം അത് മാർച്ച് പാസ്സാണെന്ന് വെറുതെ കൂട്ടിക്കോളൂ, അവരത് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കൂട്ടിക്കോളൂ. ചെറിയ ആളുകൾക്കൊക്കെ, ചെറുപ്പക്കാർക്ക് മനസ്സിലാവാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ജീവിതത്തിൽ ഉടനീളം ചിലത് പാലിക്കണം. പട്ടാളക്കാരനോ മറ്റോ പരിശീലനം നടത്തുമ്പോൾ അവന് സംസാരിക്കാൻ പറ്റാത്തതുപോലെ ഈ സംസാരത്തെ നമ്മളും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അത്രക്ക് റിസ്ക് അല്ല, അതിലേറെ വലിയ ടാസ്ക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി സംസാരിക്കുകയാണെങ്കിൽ തന്നെ അത് ഇന്നതൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് നിയമമുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്ര സുരക്ഷയുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും സംഗതി പട്ടാളത്തുകാരനോ മറ്റു ജീവനക്കാർക്കോ പറയാൻ പാടുണ്ടോ? മിണ്ടാൻ പാടുണ്ടോ? പാടില്ല. അതുപോലെ നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന ഒരു സംസാരവും നമ്മുടെ നാക്കുകൊണ്ടുണ്ടാവാൻ പാടില്ല. ഇത് നമുക്ക് വേഗം മനസ്സിലാവുന്നതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ കർശനം എന്ന് പറയുന്നതിനൊന്നും ഒരർത്ഥമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മാനിക്കാനും സ്നേഹിക്കാനുമാണ് പറയുന്നത്. അപ്പോൾ ഒരാൾക്കായിട്ട് പ്രയാസം ഉണ്ടാകുന്ന ഒരു സംഗതിയും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയത്തിൻ്റെ മാനദണ്ഡമായി ഈ നാവിനെ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. ദീർഘമായൊരു ഹദീസിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, കുൻതു മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ, ഞാൻ റസൂലിനോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ ഞാൻ നബി തങ്ങളുടെ അടുത്തേക്ക് എത്തി. നല്ല
അടുപ്പം വന്ന് നബിതങ്ങളോടൊപ്പം തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സാധ്യത നന്നായിട്ട് മുതലെടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന വയുബാഇദുനി അനിന്നാർ. റസൂൽ തങ്ങളെ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി പറഞ്ഞു തരാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ലഖദ് സഅൽതനി അൻ അദീം. ഒരു വല്ലാത്ത കാര്യമാണ് താങ്കൾ ചോദിച്ചത്. പക്ഷേ ഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹു അലൈഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും സിമ്പിളായി മാറും. അങ്ങനെ റസൂൽ പൊതുവെ കുറേ കാര്യങ്ങൾ പറയുന്നു. തഅബ്ദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കണം, വലാ തുശ്രികു ബിഹി ഷൈഅൻ വതുഖീമുസ്സലാ, നിസ്കാരം നിർവഹിക്കണം, തുഅ്തിയ സക്ക, ഇങ്ങനെ കുറേ പൊതുവായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലാ ഉഖ്ബിറുക്കും ബിർഇസിൽ അംരി കുല്ലി വഉമൂദിഹി വദർവതി സിനാമിഹി, എല്ലാ കാര്യത്തിൻ്റെയും ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? റസൂലിൻ്റെ ഒരു ശൈലിയാണ്, ഞാൻ പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഈ മുന്നിലുള്ള വിദ്യാർത്ഥി ഒന്നുകൂടെ അങ്ങോട്ട് ഊർജ്ജസ്വലനാവും. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റഅ്സുൽ അംറി അൽ ഇസ്ലാം, എല്ലാ കാര്യങ്ങളിലെയും ഏറ്റവും ടോപ്പ് അൽ ഇസ്ലാമു, ഇസ്ലാമാണ്. വഉമൂദുഹു അസ്സലാ, കാര്യങ്ങളിൽ ഏത് കാര്യത്തിൻ്റെയും ഈ പില്ലർ, അതിൻ്റെ തൂണ്, അത് നിസ്കാരമാകുന്നു. വദർവത്ത് സനാമിഹി അൽ ജിഹാദ്, ദീനിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യലാണ് അതിൽ ഉന്നതമായ ശ്രേഷ്ഠമായ സ്ഥാനം. ഇതെല്ലാം പറഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾ പറയാണ്, അലാ ഉഖ്ബിറുക ബിമിലാക്കി ദാലിക കുല്ലി ഖുൽതു യാ റസൂലല്ലാഹ് ബലാ യാ റസൂലല്ലാഹ് ഖാൽ ഫഅഖദ ബിലിസാനിഹി. ദീർഘമായ ഒരു ഹദീസാണ്, ഞാൻ ചാടിപ്പോവാണ്, നമുക്ക് സമയം കുറവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. വളരെ ആവേശത്തോടുകൂടെ മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറഞ്ഞു, അതെ പറഞ്ഞു തരൂ ഹബീബേ. ആ സമയത്ത് ഫഅഖദ ബിലിസാനി, അല്ലാഹുവിൻ്റെ റസൂൽ തൻ്റെ നാവ് പിടിച്ചു. ഖാൽ, എന്നിട്ട് പറഞ്ഞു, കഫ് അലൈക ഹാദാ, ഇതിനെ ശ്രദ്ധിക്കുക, ഇതിനെ ശ്രദ്ധിക്കുക. ആ സമയത്ത് പ്രിയപ്പെട്ട ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, യാ നബി അല്ലാഹ് വ ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബി, ഈ സംസാരിക്കുന്ന കാര്യങ്ങളിൽ പണിഷ്മെൻ്റ് വരുമോ? ഞങ്ങൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ശിക്ഷ എന്തെങ്കിലും ഉണ്ടാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഖുലത് ഉമ്മുക യാ മുആദ്. ആ പ്രയോഗത്തിൻ്റെ അർത്ഥം നിന്റെ ഉമ്മ നഷ്ടപ്പെടട്ടെ എന്നാണ്. അതായത് അനൗചിത്യമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അറബികൾ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തൽ. ഉമ്മ നശിച്ചു പോട്ടെ എന്നത് അതിൻ്റെ ഭാഷാപരമായ അർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച്, എന്ത് കുഴപ്പമാണ് നീ പറയുന്നത്, ഉമ്മ മരിക്കാന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയൊരു കുഴപ്പമാണ്, എന്ത് പ്രശ്നമാണ് നീ പറയുന്നത് എന്ന് അതിൻ്റെ തീവ്രതയുടെ ആ ഒരു രീതി തന്നെ പ്രയോഗിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയാൻ, ഹൽ യകുബ്ബുന്നാസ ഫിൽ നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. നാവിൻ്റെ തെറ്റുകൾക്ക് ചോദ്യം ഉണ്ടാവുന്നാണോ ചോദിക്കണേ? മോനെ കേൾക്കൂ, നരകത്തിൽ മുഖം കുത്തിയോ മൂക്കുകുത്തിയോ ആളുകൾ വീഴുന്നത് നാവിൻ്റെ പ്രവൃത്തിഫലം കൊണ്ട് മാത്രമായിരിക്കും. നരകത്തിൽ പലരും പോകും പല രീതിയിൽ, പക്ഷെ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്ന ഒരു ടീമുണ്ട്. രണ്ട് പ്രയോഗമുണ്ട്. അത് നമ്മുടെ റാവി, ഇത് ഹദീസ് ഉദ്ധരിക്കുന്നയാൾ, അദ്ദേഹത്തിന് വരുന്നൊരു ചെറിയ സംശയമാണ്. അങ്ങനെ വരുമ്പോൾ രണ്ടും കൂടിയും അവർ ചേർക്കും, ഒന്നുകിൽ മുഖം അല്ലെങ്കിൽ മൂക്ക്. വ്യത്യാസമൊന്നുമില്ല, മുഖം കുത്തി വീഴുമ്പോഴും മൂക്ക് കുത്തും, മൂക്ക് കുത്തി വീഴുമ്പോഴും മുഖം കുത്തും. പക്ഷെ ഹബീബായ നബി തങ്ങൾ എന്താ പ്രയോഗിച്ചു എന്നുള്ളത് അത്രമേൽ സൂക്ഷ്മമായിട്ടാണ് സഹാബി വര്യന്മാർ റിവായത്ത് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ രണ്ടും റെഡിയാണ്, അത്രയ്ക്ക് സൂക്ഷ്മമായി. അപ്പോൾ അവർക്ക് ചില ഡൗട്ടൊക്കെ വന്നാൽ, നബി പ്രയോഗിച്ച പദം എന്തായിരുന്നു ഡൗട്ട് വന്നാൽ അത് രണ്ടും അവരങ്ങോട്ട് ചേർക്കും. അങ്ങനെയാണ് മൂക്ക് അല്ലെങ്കിൽ മുഖം എന്ന് പറയുന്നത്. ഇതിൻ്റെ ആശയം എന്താണ്? പലരും പല രീതിയിൽ നരകത്തിൽ പോവേണ്ടി വരും. പക്ഷെ നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ഒരു ടീമുണ്ട്. ആ മുഖം അവിടെ പൂണ്ട് കിടക്കും, കൈയും കാലും അടിച്ചുകൊണ്ടിരിക്കും. ആ മുഖത്ത് നിന്ന്, ആ കുഴിയിൽ നിന്ന് നരകത്തിലേക്ക് പൂണ്ട് കിടക്കുന്ന മുഖം ഊരിയെടുക്കാൻ അവർക്ക് സാധ്യമല്ലാതെ വരും. ഇങ്ങനെ ആളുകൾ നരകത്തിൽ പ്രവേശിക്കുന്നത് ഈ നാക്കിൻ്റെ പ്രശ്നം കൊണ്ടല്ലാതെ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പം നാക്ക് അല്ലാഹു നൽകിയ വലിയ നിഅമത്താണ്, അതിൽ യാതൊരു തർക്കമില്ല. അതിനെ ഉപയോഗിക്കേണ്ടത് എങ്ങനെ എന്നതാണ് പ്രധാനം. എൻ്റെ മുന്നിൽ കുറേ ഹദീസുകളുണ്ട്, ഞാൻ ചാടിച്ചാടി മാത്രം പോകാം. നല്ല കലാമ് പറയുക എന്നത് സ്വർഗത്തിൻ്റെ ഉന്നതിയിൽ പാർക്കാനുള്ള കാരണമാകുന്നു. നല്ല കലാം, ത്വയ്യിബായ കലാം.
ഈ കുരച്ചുകൊണ്ടുള്ള സംസാരം, ആളുകളെ വെറുപ്പിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ, ഒരാവശ്യമല്ലാത്ത ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കുറേ ആളുകൾ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത്, അവർക്ക് ചെറിയ രാഷ്ട്രീയ ലാഭമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. PC ജോർജ് എന്ന് പറയുന്ന വലിയൊരു വായാടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ ഇന്ന് കേരളം ആശങ്കയോടുകൂടെ ചർച്ച ചെയ്യുന്നു. ജനിച്ച ഓരോ മുസ്ലിമും വർഗീയവാദിയാണെന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. എന്ത് എവിഡൻസ് വെച്ചിട്ട്? എന്നിട്ട് ഇവിടുന്ന് പൊയ്ക്കോളണം എന്നാണ് പറയണത്. ഇത്തരം ചില ആളുകളുടെ പ്രയോഗമൊക്കെ കേട്ടാൽ തോന്നും അവർക്കെങ്ങാണ്ട് സ്ത്രീധനം കിട്ടിയതാണ് ഈ ഭാരതമെന്ന്. അവർക്കെങ്ങാണ്ട് സ്ത്രീധനായിട്ട് കിട്ടിയതാണ് ഈ ഭാരതം എന്ന് തോന്നിപ്പോകും. പൊയ്ക്കോളൂ പൊയ്ക്കോളൂ, അവരിങ്ങനെ ടിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലേക്ക് പൊയ്ക്കോളൂ എന്ന്. ഇന്ത്യയിലെ ഡൽഹി ഗേറ്റിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷികളായവരുടെ പേര് കുത്തിവെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ള നാമം ഈ സൊസൈറ്റിയുടേതാണ്, മുസ്ലിം ജനസംഖ്യയുടേതാണ്. ഇന്ത്യയുടെ എല്ലാ സാംസ്കാരിക പൈതൃകവും സൃഷ്ടിച്ചെടുത്തത് ഈ സമൂഹമാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കായികമായും സാമ്പത്തികമായും കഠിനാധ്വാനം ചെയ്തവർ ഈ സമൂഹമാണ്. മറ്റു ചില ആളുകൾ ഇല്ലാന്നൊന്നുമല്ല പറയണത്. ഇത്രമേൽ ശക്തമായി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സമൂഹത്തോട് മുസ്ലിമായി ജനിച്ചോ വർഗീയവാദിയാണെന്നൊക്കെ പറയാം. നാവിനെ സൂക്ഷിക്കണ്ടേ നമ്മൾ? ഇതുകൊണ്ടുണ്ടാവുന്ന അനർത്ഥങ്ങളെയും ഇതുകൊണ്ടുണ്ടാവുന്ന തീപിടുത്തങ്ങളെയും ശ്രദ്ധിക്കണ്ടേ? പലരും ഇപ്പം അങ്ങനെയാണ്. സ്വാർത്ഥമായ ലാഭത്തിന് വേണ്ടി ചരിത്രം മറക്കുക, വർത്തമാനത്തിലുള്ള എല്ലാ സൗഹൃദങ്ങളും മറക്കുക, എന്നിട്ട് തല്ലട്ടെ എന്ന്. അങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ടൈമിൽ ഭരണം കിട്ടുമായിരിക്കും. അത് കഴിഞ്ഞാലോ എല്ലാത്തിനും മുകളിൽ പടച്ച റബ്ബിൻ്റെ ദർശനമുണ്ടെന്ന് ആരും മറന്നു പോകരുത്. അമേരിക്ക കത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയണത്. നമ്മളാരെങ്കിലും അത് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയല്ല. അമേരിക്കയിലെ പൗരന്മാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഗസയിലെ പാവങ്ങൾ ഇതൊക്കെ അനുഭവിച്ചല്ലോ, ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യം വന്നത് എന്ന്. വീഡിയോ ഉണ്ട്. ചില സ്ത്രീകളൊക്കെ ആർത്ത് കരയാണ്. എത്ര ലക്ഷം കോടി ഡോളറാണ് കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ എക്സ്ക്യൂസും ചെയ്യരുത്. ആ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കണമെന്ന് ഉറക്കെ പറഞ്ഞ അമേരിക്കൻ സിനിമാ രംഗത്തെ മഹാമല്ലന്മാർ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കണ്. ഞങ്ങളെ വീട് പോയി, ഞങ്ങളുടെ സമ്പത്ത് മൊത്തം പോയി, എൻ്റെ വിവാഹ ഡ്രസ്സ് പോയി. ഓല വലിയ വലിയ പ്രശ്നങ്ങളാണത്. അപ്പം നാക്കിനെ സൂക്ഷിക്കാതെ അന്തം വിട്ട് ഉപയോഗിച്ചാൽ സമൂഹങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാകും. മനുഷ്യനെ മാനിക്കും വിധത്തിലാവണം നമ്മുടെ സംസാരം. അത് മക്കളോടാണെങ്കിലും വിദ്യാർത്ഥികളോടാണെങ്കിലും സഹപ്രവർത്തകരോടാണെങ്കിലും പൊതുസമൂഹത്തോടായാലും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ഖുറഫ, സ്വർഗത്തിൽ ചില പ്രത്യേകമായ സംവിധാനങ്ങളുണ്ട്, റൂമുകളുണ്ട്. യുറാ ലാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ലാഹിരിഹാ, ഉള്ളിൽ നിന്ന് പുറം കാണും, പുറത്തു നിന്ന് ഉള്ളും കാണും. അഅദ്ദഹല്ലാഹു തആല ലിമൻ അത്അമ അത്അം, ഇത് അല്ലാഹു ആർക്ക് വേണ്ടിയാണ് സംവിധാനിച്ചത്? പാവപ്പെട്ടവർക്ക്, ഭക്ഷണം നൽകുന്നവർക്ക്. വ അലാനൽ കലാം, മാന്യമായി മൃദുവായി മനുഷ്യൻ്റെ ഹൃദയത്തെ വെട്ടിമുറിക്കാത്ത വിധം സംസാരിക്കുന്നവർക്ക്. പറയണതൊക്കെ കൊളത്ത്, എന്ത് പറഞ്ഞാലും വെട്ട്. മൂപ്പരോട് എന്തെങ്കിലും ചോദിക്കാൻ തന്നെ പേടി. കാര്യം ചോദിച്ചാൽ ഉടനെ വരും വമ്പിച്ചൊരു വെട്ട്. അങ്ങനത്തെ ആളുകൾക്കല്ല ഈ പ്രത്യേക സംവിധാനം. അലാനൽ കലാം, കലാമിനെ ഹൃദ്യമാക്കി, ലളിതമാക്കി, മൃദുവാക്കി സംസാരിച്ചിരുന്നാൽ അദ്ദേഹം വാ കൂട്ടരുതെന്ന് തോന്നും വിധം, എന്ത് ചോദിച്ചാലും ഒരു പരിഹാരം കിട്ടുമെന്ന വിധം അദ്ദേഹത്തിൻ്റെ സംസാരത്തെ അദ്ദേഹം ക്രമീകരിച്ചു. തുടർച്ചയായി നോമ്പെടുത്തു. സല്ലാ ബില്ലൈൽ, രാത്രിയിൽ ഉറക്കൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം നിസ്കരിച്ചു. വന്നാസുനിയാം, ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ. ഈ 4 കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകമായ സ്വർഗീയ അനുഭൂതികൾ ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇതുപോലെയുള്ള സമാനമായ ഹദീസുകൾ വേറെയുണ്ട്. അത്തുബിൽ കലാം, കലാമിനെ മൃദുവാക്കുക, മാന്യമാക്കുക, മധുരമുള്ളതാക്കുക. ആർക്കും നോവിക്കുന്ന രീതിയിലാവരുത്. ദ്വയാർത്ഥപ്രയോഗം പറഞ്ഞ് മാനം കെടുത്താതിരിക്കുക. വഫ്ഷിസ്സലാം, സലാമിനെ വർദ്ധിപ്പിക്കുക. വസിലിൽ അർഹാം, കുടുംബബന്ധം ചേർക്കുക. വസല്ലി ബില്ലൈൽ വന്നാസുനിയാം,
രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക, ജനങ്ങളെല്ലാം ഉറങ്ങുകയായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ സുമ്മദുഖിലിൽ ജന്നത ബിസലാം, ആശ്വാസപൂർവ്വം സ്വർഗത്തിൽ പ്രവേശിച്ചേക്കുക. ഇത്രയും കാര്യം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഓഫർ, ആശ്വാസപൂർവ്വം നിങ്ങൾ സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലെയുള്ള കുറേ ഹദീസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ഒരു മാർഗമാണ് അവൻ നിശബ്ദനായിരിക്കുക എന്നത്. നിശബ്ദനായിരിക്കുക. ഈ നിശബ്ദതയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി പുകഴ്ത്തുന്നുണ്ട്. അലൈക ബിഹുസ്നിൽ ഖുൽഖ്, നല്ല സ്വഭാവം വേണം. നീ നിർബന്ധമായി നല്ല സ്വഭാവം പിന്തുടരണം. മനുഷ്യനെ വെറുപ്പിക്കരുത്, മനുഷ്യനെ വിഷമിപ്പിക്കരുത്. പിന്നെ വതവ്വിലി സമത്ത്, നീ മൗനമായിരിക്കുന്നതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. പറപറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട, മൗനത്തെ നീ വർദ്ധിപ്പിക്കുക. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യം ചെയ്ത് പറയുന്നത് അവിടത്തേക്ക് അത്രമേൽ ഉറപ്പാണ്. ഫവല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരാണോ നിയന്ത്രിക്കുന്നത് ആ റബ്ബാണേ സത്യം. മാ തജമ്മലൽ ഖലായികു ബിമിസ്ലിഹിമാ, ഈ രണ്ട് പ്രവൃത്തി കൊണ്ട് മനോഹരമാകുന്നത് പോലെ ഒരു സൃഷ്ടിക്കും മനോഹരമാവാൻ കഴിയില്ല. ഏത് രണ്ട് പ്രവൃത്തി? ഒന്ന് നല്ല സ്വഭാവം, സത്സ്വഭാവം. വെറുപ്പിക്കരുത്. അത് നമ്മുടെ ഡ്രസ്സ് മുതൽ പിടിച്ച് നമ്മുടെ വാക്കിലും നാക്കിലും നോക്കിലും നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഈ സൽസ്വഭാവം വരണം. തിരക്കി കയറിക്കൊണ്ടേയിരിക്കുക. എന്തായാലും ബസ് നമ്മളെ കയറ്റിയിട്ടേ പോവുള്ളൂ, പക്ഷെ തിരക്കി കയറുക, വെറുപ്പിക്കുക, ആരോഗ്യമൊക്കെ വെച്ചിട്ട് ഉന്തി തള്ളിയിട്ടിട്ട് നമ്മളിങ്ങനെ ഒരു ജേതാവായി എന്നുള്ള രീതിയിൽ പോവുക. കുറേ ആളുകളുടെ മനസ്സിൽ നിരാശ വരും. അതൊരു നല്ല സ്വഭാവമല്ല. ചില ആളുകൾക്ക് അശ്ലീലം തോന്നും വിധത്തിലുള്ള സംഗതികളൊക്കെ ചെയ്യുക. ഡ്രസ് കോഡ് വൃത്തികെട്ടതാക്കുക, ഡ്രസ്സ് വൃത്തികെട്ടതിടുക. അത് ആസ്വദിക്കുന്ന ചില ആളുകളുണ്ടാവും, പക്ഷെ കുറേയേറെ ആളുകൾക്ക് അത് വികൃതമായി തോന്നും. അവർക്കത് വിഷമായിരിക്കും, അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. ചില വൃത്തികെട്ട പരിപാടികൾ സാസയിലൊക്കെ ഇരുന്നിട്ട് ഈ മൂക്കൊക്കെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കുക. എന്തുണ്ട് അതിൽ എന്നൊക്കെ ചോദ്യം ഉണ്ടാവും. എന്താ അപ്പം അങ്ങനെയൊക്കെ ചെയ്താലെന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ അതോടുകൂടെ പിന്നെ ഭക്ഷണം മുന്നോട്ടുണ്ടാകാൻ കഴിയാത്ത ആളുകളുണ്ടാവും. അവരെ ഉറപ്പിക്കരുത്. നമ്മൾ ആദ്യം ഭക്ഷണം കഴിച്ചു, വാഷ് ബേസിനപ്പുറത്ത് തന്നെ അങ്ങോട്ട് ചെല്ലുക, എന്നിട്ട് വായൊക്കെ കഴുകിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ കാറി കുരച്ച് തുപ്പുക. അപ്പുറത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രഷ് ഇങ്ങനെ ചെയ്തുകൊണ്ട് നാക്കൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്നിങ്ങനെ ഒംറ്റ് ചെയ്യുന്നത് പോലെ ചെയ്യുക. ഇതൊക്കെ ദുസ്വഭാവങ്ങളാവുന്നു. കുളിക്കാതെ ഇറങ്ങി വരിക, ഡ്രസ്സ് അലക്കാതെ മനുഷ്യനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും നല്ല സ്വഭാവമേ അല്ല. അപ്പൊ ഹുസ്നുൽ ഖുൽഖ് ഒന്ന്. രണ്ടാമത്തത് നല്ല ഭാഷണം. അതേ പ്രകാരം സംസാരം കുറച്ച് കൂടുതലായി നിശബ്ദനായിരിക്കൽ. ഈ രണ്ട് സംഗതികൾ കൊണ്ട് മനുഷ്യന് മനോഹരമാവാൻ പറ്റുന്നത് പോലെ മറ്റൊന്നുകൊണ്ടും അവന് സന്തോഷിക്കാൻ കഴിയില്ല, അവന് വൃത്തിയാവാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്നു, അൽ മുസ്ലിം, ഒറിജിനൽ മുസ്ലിം ആരാണ്? മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദി, അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്നുമുള്ള ഉപദ്രവത്തിൽ നിന്ന് മാനവ സമൂഹം രക്ഷപ്പെടണം. മുഹമ്മദ് തങ്ങൾ അങ്ങനെ നിവേദനം ചെയ്യുന്നത്. അൽ മുസ്ലിം ആരാണ്? മുസ്ലിം മൻ സലിമന്നാസ്, ജനങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, മിൻ ലിസാനിഹി, അവൻ്റെ നാവിൽ നിന്ന്, നാവിൻ്റെ ഉപദ്രവത്തിൽ നിന്ന്, അപ്രകാരം അവൻ്റെ കൈകളുടെ മറ്റ് ശരീരഭാഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, ഹബീബായ നബി തങ്ങളെ എന്താണ് ഈ വിജയം, അതിനുള്ള മാർഗം, അതിനുള്ള കാരണങ്ങൾ എന്താണ്? ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നിയന്ത്രിക്കുക. വിജയം എന്താന്ന് ചോദിക്കുമ്പോൾ മുത്തറസൂൽ വളരെ ആർജവത്തോടുകൂടെ, ഒരു ചെറിയ സങ്കോചം പോലും ഇല്ലാതെ പറയുന്നത്, അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ പിടിച്ചു വെക്കുക, നിയന്ത്രിക്കുക. പിന്നെ
നിന്റെ വീടിൽ നീ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, പിന്നെ നിന്റെ തെറ്റുകളുടെ പേരിൽ നീ ഖേദിക്കുക എന്ന് തുടർന്ന് പറയുന്നുണ്ട്. ഒന്നാമതായി അഭിമാന വിധങ്ങൾ പറയുന്നത് നാവിനെ നിയന്ത്രിക്കാൻ തന്നെയാണ്. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ, അവിടുന്ന് പറയുന്നു അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാൻ, ഒരാളുടെയും ഈമാൻ സ്റ്റേണായി നിൽക്കൂല, അത് ശരിയാവൂല. ഹത്താ യസ്തഖീമ ഖൽബുഹു, അവൻ്റെ ഹൃദയം നന്നായിട്ട് ഉറച്ചു നിൽക്കുന്നത് വരെ. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു, നാവ് കൃത്യമായി നിലകൊള്ളുന്നത് വരെ ഹൃദയത്തിന് കൃത്യമായി നിലകൊള്ളാൻ കഴിയില്ല. വലാ യദ്ഖുലുൽ ജന്നത റജുലുൻ ലാ യഅ്മനു ജാറഹു ബവാഖിഅഹു, ഒരു മനുഷ്യൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസി രക്ഷപ്പെടുന്നില്ലേ, ആ മനുഷ്യൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളെങ്ങനെ സംസാരിച്ചാലും അതൊരു 4 വിധത്തിലാണ് വരിക. ഒന്നുകിൽ നമുക്ക് ഉപകാരമുള്ളത് പൂർണ്ണമായും, അല്ലെങ്കിൽ പൂർണ്ണമായും ഉപദ്രവമുള്ളത്, അതല്ലെങ്കിൽ ഉപകാരമുണ്ട് ഉപദ്രവമുണ്ട്, അല്ലെങ്കിൽ ഉപകാരമല്ല ഉപദ്രവമല്ല. ഇതിൽ പൂർണ്ണമായി ഉപകാരമുള്ളതേ പ്രയോഗിക്കാവൂ എന്നാണ് പൂർവികരാകുന്ന മഹാപണ്ഡിതന്മാരുടെ നിർദ്ദേശം. ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം റളിയല്ലാഹു അൻഹു മൗനിയായിരിക്കുമായിരുന്നു. അനന്തമായി അദ്ദേഹത്തിൻ്റെ നിശബ്ദത നീളുമ്പോൾ ചില ശിഷ്യന്മാരൊക്കെ പറയും, എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ ഗുരു എന്ന്. ആ സമയത്ത് മഹാനുഭാവൻ ഈ 4 സംഗതി പറയും. എന്ത് പറഞ്ഞാലും ഒന്നുകിൽ ഏറ്റവും ഉപകാരമുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഉപദ്രവമുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഉപകാരവും ഉപദ്രവവും ചേർന്നതായിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലാത്തതായിരിക്കും. അവിടുന്ന് പറയും 3 ഈ രീതിയിലുള്ള വാക്കുകളും ഉപേക്ഷിക്കണം. 100% ഉപകാരമുള്ളത് മാത്രമേ പറയാവൂ. അങ്ങനെ വരുമ്പോൾ ദീർഘമൗനം വരും. മൊത്തം സംസാരത്തിൽ 4ൽ 3 ഭാഗവും മിണ്ടാണ്ടിരിക്കേണ്ടി വരും. ഇത് തന്നെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുന്നത്. ഇത് തന്നെയാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുന്നത്. ഇമാം നവവി അവിടുത്തെ ഷറഹ് മുസ്ലിമിൽ വമിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി എന്ന് പറയുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. നീ എന്ത് പറയുകയാണേലും ചിന്തിക്കണം, അത് ഉപകാരപ്രദമാണോ എന്ന്. ഉപകാരപ്രദമാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടാൽ ആവശ്യത്തിന് മാത്രം പറയണം. അത് പറഞ്ഞു പരത്തിയിട്ട് കുറേ ടൈം നശിപ്പിക്കരുത്, കേൾക്കുന്നവനെ ഉപദ്രവിക്കരുത്. ഇനി അത് ഉപദ്രവമാണ് എന്ന് ബോധ്യപ്പെട്ടാലോ ഒരക്ഷരം മിണ്ടിപ്പോകരുത്. ഷാഫി തങ്ങൾ പറയണം, ഇനി ഉപകാരമല്ല ഉപദ്രവമല്ല അങ്ങനെയാണ് നമുക്ക് തോന്നുന്നതെങ്കിലും നീ മിണ്ടാണ്ടിരിക്കണം. കാരണം പരപരാ പറഞ്ഞുകൊണ്ട് തീർക്കാനുള്ളതല്ല മുഅ്മിനിന്റെ ജീവിതം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കുല്ലു കലാം ഇബ്നി ആദം, മനുഷ്യരുടെ എല്ലാ വർത്തമാനങ്ങളും അലൈഹി ലാലഹു, അവന് വിഷമാണത്, അവന് അനുകൂലമായിരിക്കില്ല. ഏത് വർത്താനം എടുത്താലും പൊതുവേ അത് അവന് വിഷമായിരിക്കും. എന്നിട്ട് അവിടുന്ന് പറയില്ല, അംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ ഔ ദിക്റുല്ലാഹി, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലലും നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമല്ലാത്ത ഏത് വാക്കും മനുഷ്യനെ സംബന്ധിച്ച് വലിയ പാതകമായി വരുമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഖുർആനിൽ സൂറത്തുൽ ഇൻഫിത്താറിന്റെ 10ാമത്തെ വാക്യത്തിൽ വഇന്നാ അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാത്തിബീൻ, നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മാലാക്കമാർ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്രകാരം തന്നെ സൂറത്ത് ഖാഫിന്റെ 17-18 വാക്യങ്ങളിൽ അനിൽ യമീനി വഅനിൽ ഷിമാലി ഖഈദ്, ഇടതും വലതുമായിരിക്കുന്ന 2 പേരുണ്ട്. മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഇവർ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരക്ഷരം മൊഴിയാൻ ഉരിയാടാൻ നിങ്ങൾക്ക് സാധ്യമല്ലെന്ന് ഖുർആൻ വ്യക്തമായ രീതിയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താ അതിൻ്റെ മാന ആലോചിച്ച് നോക്കി. യമീനിലും ഷിമാലിലുമായി ആളിരിപ്പുണ്ട്. എന്തിനു വേണ്ടിയാണ്? എന്ത് പറയുന്നു, എന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ. അതുകൊണ്ട് തന്നെ നാവ് എന്ന് പറയുന്ന അനുഗ്രഹത്തെ പരമാവധിക്കപ്പുറം ശ്രദ്ധാപൂർവമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസും ഖുർആനും ഉദ്ധരിച്ചുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇമാം തുർമുദി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച് ഈ നാക്കിൻ്റെ വിഷയങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അവിടുന്ന് സംസാരിക്കുന്ന വാക്കുകളിൽ വലിയ ശ്രദ്ധ പുലർത്തിയതിനെക്കുറിച്ച്. നേരത്തെ നമ്മൾ പറഞ്ഞു ദിക്റുള്ള കൊണ്ട് നാവിനെ സുരക്ഷിതാക്കാൻ പറ്റുമെന്ന്.
ചെറിയ പദങ്ങൾ കൊണ്ട് ധാരാളമായി കൂലി കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന ദിക്റുകളുണ്ട്. അത് തന്നെ പ്രത്യേകമായ രീതിയിൽ നമ്മൾ സംസാരിക്കേണ്ടതാണ്, മറ്റൊരു ക്ലാസ്സിൽ തന്നെ സംസാരിക്കേണ്ടതാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അതിനുവേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കുമ്പോൾ കുറേയേറെ ഉപകാരങ്ങൾ ഈ നാവ് കൊണ്ട് തന്നെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് നടത്തുമ്പോൾ തൻ്റെ പിതാവാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്നത് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു, വിവരങ്ങളൊക്കെ തേടുന്നു. എന്നിട്ട് ഉമ്മത്തിനെ കാണുമ്പോൾ ഒരു കാര്യം പറയണം: സ്വർഗത്തിലെ മണ്ണ് കസ്തൂരിയേക്കാൾ മികച്ചതാണ്. സ്വർഗത്തിലെ അന്തരീക്ഷം, അവിടുത്തെ സൗകര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തിട്ട് പൂർവ്വപിതാവാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നിങ്ങളുടെ ഉമ്മത്തിങ്ങളുടെ അടുത്ത് പോയിട്ട് സ്വർഗത്തിലെ കൃഷി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇതാണ് സ്വർഗത്തിലെ കൃഷി. അതെത്ര വർദ്ധിക്കുന്നോ അതനുസരിച്ച് ഫലം പൊഴിക്കുന്ന വൃക്ഷങ്ങൾ ഇത് ചെല്ലുന്ന ആൾക്ക് വേണ്ടി സ്വർഗത്തിൽ തയ്യാറാക്കപ്പെടും. എത്ര കണ്ട് വർദ്ധിക്കുന്നോ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഇത് എത്ര കണ്ട് വർദ്ധിക്കുന്നോ അത്രക്ക് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സംവിധാനങ്ങൾ ഓരോ പ്രാവശ്യവും നിർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ പെരുന്നാളാകുന്ന സമയത്ത് 2 തക്ബീറിൻ്റെ ഇടയാവാൻ വേണ്ടി കാത്തിരിക്കൊന്നും വേണ്ട, ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കാം. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ പെരുന്നാൾ നിസ്കാരം വരട്ടെ എന്നിട്ട് കാണിക്കാം എന്നുള്ള രീതിയിൽ വാശി പിടിച്ച് നിൽക്കണ്ട. സ്വർഗത്തിലെ മണ്ണിനെക്കുറിച്ചും അവിടുത്തെ പ്രകൃതിയെക്കുറിച്ചും വിശദീകരിച്ച് നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പൂർവ്വപിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്, ഇത് ചൊല്ലിക്കൊണ്ടിരിക്കാനും ഇത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാനും പറയണം. അങ്ങനെ വരുമ്പോൾ വലിയ സ്ഥാനം സ്വർഗത്തിലേക്ക് അവരെത്തുമ്പോഴേക്ക് ലഭ്യമാകും. ഈ സംസാരം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നുള്ള ചില ദോഷങ്ങൾ കൂടെ നമ്മൾ പരിഗണിക്കണം. ഇൻഷാ അല്ലാഹ് സമയം അനുസരിച്ച് ഞാൻ ഓടിപ്പോകാം. ഒന്നാമത്തേത്, കളവ് ധാരാളമായി വന്നു പോകും. മൻ കസറ കലാമുഹു കസറ ദുനൂബു, റസൂലുള്ളാഹി പറഞ്ഞു, ആരുടെയെങ്കിലും സംസാരം കൂടുതലായി കഴിഞ്ഞാൽ ദോഷങ്ങൾ കൂടുതലാകും. സ്വാഭാവികം മാത്രം. കളവ് പറയേണ്ടി വരും, പലരെയും കുറിച്ച് അവർക്ക് ഇഷ്ടമല്ലാത്തത് പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെ മങ്കസുറ ദുനൂബുഹു മാത്ത കൽബുഹു, ആരുടെയെങ്കിലും ഹൃദയം കറുത്തു പോയിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തിൽ ദോഷം കൂടിക്കൊണ്ടിരുന്നാൽ അവരുടെ ഹൃദയം ആത്മീയ കാര്യങ്ങളിൽ നിന്ന് മരവിച്ചു പോകും, മരിച്ചു പോകും. മൻ മാത്ത കൽബുഹു ദഖല ഫിന്നാർ, ഹൃദയം മരിച്ചാൽ നരകം പ്രവേശിക്കേണ്ടി വരും. അപ്പം സംസാരം കൂടുമ്പോഴുള്ള ഒന്നാമത്തെ പ്രശ്നം കളവ് കൂടുന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോയിട്ട് ചിലവർ ചോദിക്കുന്നുണ്ട്, എനിക്ക് വിജയം നേടാൻ എന്ത് വേണം? അഭിമാന വിധങ്ങൾ പറയുന്ന ലാ തക്ദിബ്, കള്ളം പറയരുത് എന്നാണ്. കൂടുതലൊന്നും വേണ്ട, കള്ളം പറയരുത്. ആ ചോദിച്ച ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് അത് പോരാന്ന് തോന്നി എന്നാണ്. അവിടുന്ന് പിന്നെയും ചോദിച്ചു, എന്താണ്? റസൂൽ പറഞ്ഞു ലാ തക്ദിബ്, കള്ളം പറയരുത്. അതന്നെ. മൂന്നാമതും ആവർത്തിച്ചു. മൂപ്പര് വിചാരിച്ച കുറേ എന്തൊക്കെ ടാസ്ക് കൊടുക്കുന്നതാണ്. രാത്രി ഇങ്ങനെ നിസ്കരിക്കണം, അങ്ങനെ എല്ലാ ദിവസവും നോമ്പ് വിൽക്കണം, വിജയം നേടാൻ ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹി കുറേ പറഞ്ഞു കൊടുക്കുന്നതാണ് മൂപ്പര് പ്രതീക്ഷിച്ചു വന്നത്. മൂന്നാമത് ചോദിച്ചപ്പോഴും നബി തങ്ങൾ ഒരു ഉത്തരം തന്നെ പറഞ്ഞു, കള്ളം പറയരുത്. അവിടുന്ന് അതിൻ്റെ ഒരു പ്രായോഗിക രീതിയും കൂടി പറഞ്ഞു. ഖുലിൽ ഹഖ്ഖ വലൗ കാന മുർറ, അനന്തരഫലം നമുക്ക് ഈ ദുന്യാവിലും നമ്മുടെ ജീവിതത്തിലും വിഷമായാൽ പോലും സത്യമേ പറയാവൂ. ഈ വാക്കും കൊടുത്താണ് ചെറിയ കുട്ടിയാകുന്ന ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങളെ ഉമ്മ പറഞ്ഞയക്കുന്നത്. അത് പാലിച്ചത് കൊണ്ടാണ് ആ കള്ളന്മാരുടെ മഹാസംഘം പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരുന്നത്. ഒരു കുഞ്ഞുമോൻ്റെ സത്യസന്ധതയിൽ അവർക്ക് നാണം തോന്നിപ്പോയി. എത്രയാളെയാണ് ഞങ്ങൾ കൊള്ളയടിച്ചത്, എത്രയാളെയാണ് സമ്പത്ത് മോഷ്ടിക്കാൻ വേണ്ടി കൊന്നുകളഞ്ഞത്. ഒരു ചെറിയ കുട്ടി, എത്രമേൽ പക്വമതിയാണ്. അത് ആലോചിച്ചു ആ കൊള്ളത്തലവൻ. അദ്ദേഹം പരിശുദ്ധ ദീനിൻ്റെ യഥാർത്ഥ ശൈലിയിലേക്ക് കടന്നു വന്നു. മദ്രസക്ക് പഠിക്കാൻ പോകുന്ന മൊയ്തീൻ ഷെയ്ഖ് കാണിച്ച മഹാവിപ്ലവം എന്തുകൊണ്ട്? ലാ തക്ദിബ്, കള്ളം പറയരുതെന്ന് ഉമ്മ ഉപദേശിച്ചു. അതങ്ങനെ തന്നെ അങ്ങോട്ട് പാലിച്ചു. സംസാരം കൂടിയാൽ കള്ളം കൂടിപ്പോകും. രണ്ടാമത്തേത് ഗീബത്ത് കൂടും, നമീമത്ത് കൂടും. ഗീബത്ത് വല്ലാത്തൊരു പ്രശ്നമാണ്. മറ്റു ദോഷങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നമ്മളങ്ങോട്ട് തൗബ ചെയ്ത് മടങ്ങിയാൽ ആത്മാർത്ഥമാണെങ്കിൽ റബ്ബ് പുറത്തേക്കും. ഗീബത്തിന് ഇനി എത്ര ആത്മാർത്ഥത കാട്ടിയിട്ടും കാര്യമില്ല. നമ്മൾ ആരെയാണോ അത് പറഞ്ഞത് അദ്ദേഹം പുറത്തു തരണം. അതുകൊണ്ടാൽ ഗീബത്തു അശദ്ദു മിനസ്സിനാ,
വ്യഭിചാരത്തേക്കാൾ പ്രയാസാണ്, കുരുത്തം കെട്ടതാണ് ഗീബത്ത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം ഗസാലി തങ്ങളുടെ മുഖാശഫത്തുൽ ഖുലൂബിൽ അതേക്കുറിച്ച് ദീർഘമായ ഉപന്യസിച്ചിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിണ്ടണ്ടെന്ന് തോന്നിപ്പോകും. അപ്പോൾ ദുന്യാവ് ഇത്രയൊക്കെ മതി എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. അതുകൊണ്ടല്ലേ ഖലഖൽ മൗത വൽ ഹയാത്ത്, അല്ലാതെ ഈ ഖലഖൽ മൗത വൽ ഹയാത്ത് സൂറത്ത് മുൽക്കിന്റെ 2-ാമത്തെ വചനത്തിൽ അങ്ങനെയുള്ളത്. മരണത്തെ പടച്ചു റബ്ബ്, അനന്തരമായ ജീവിതത്തെയും. ഈ ജീവിതം അതത്ര പരാമർശിക്കേണ്ട സംഗതിയേ അല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടത്തോടുകൂടെ തൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞ് ഉമറുൽ ഫാറൂഖ് തങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. നിബിതങ്ങളെ കാണാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നപ്പോൾ ഓലമടലിൽ കിടക്കുകയാണ്, പച്ച ഈത്തപ്പനയുടെ മടലിൽ കിടക്കുകയാണ്. മുത്തറസൂലിൻ്റെ പുറത്താകെ അതിൻ്റെ ചിഹ്നങ്ങൾ അങ്ങനെ വന്നിരിക്കുന്നു. ഒരു തോൽപാത്രത്തിൽ ഇത്തിരി വെള്ളമുണ്ട്, തോല് ഉറക്കിടാൻ ഉപയോഗിക്കുന്ന കുറച്ച് രൂക്ഷതയുള്ള ഇലകളുണ്ട്. ആ വീട്ടിൽ മറ്റൊന്നില്ലായിരുന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് സങ്കടമായി. അങ്ങ് ലോകത്തിൻ്റെ നായകൻ, സ്വർഗത്തിൻ്റെ നായകൻ, സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ട മഹാത്മാവ്, പടച്ചുറബിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമാം സൃഷ്ടി, എന്താ അവസ്ഥ? കിസ്രയിലും കൈസറിലും ഒക്കെ ഉള്ള രാജാക്കന്മാർ വലിയ കൊട്ടാരത്തിൽ എല്ലാ ആനന്ദങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് സഹിക്കാൻ പറ്റണില്ല റസൂലേ എന്നും പറഞ്ഞ് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് കരഞ്ഞു. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു ഉയർത്തി. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഈ ആഖിറവും അവർക്കൊക്കെ ഈ ദുന്യാവും ആകുന്നതിൽ താങ്കൾക്കൊരു കൗതുകവും തോന്നുന്നില്ലേ ഉമർ? അമാ തർല, താങ്കൾക്ക് ഇഷ്ടാവുന്നില്ലേ? ദുന്യാവ് ഇങ്ങനെയൊക്കെ നമ്മുടെ നാട് പോയി കിട്ടും. നേരെ മറിച്ച് ആഖിറമാണ് നമുക്ക് ലഭ്യമാവാനുള്ളത്. അവരുടെയൊക്കെ ആഖിറം, സ്വർഗം, ആനന്ദം, അവരുടെ പരമമായ സന്തോഷം ഇവിടെ വെച്ച് തന്നെ തീർന്നു പോകും. അത് അങ്ങയെ പ്രചോദിപ്പിക്കുന്നില്ലേ എന്ന് മഹാനായ ഉമർ തങ്ങളോട് മുത്തറസൂൽ ചോദിക്കുന്നു. അതുകൊണ്ടാണ് തലയണ ഉണ്ടാക്കാൻ വേണ്ടി സഹാബാ കിറാം രഹസ്യയോഗം ചേർന്ന് മകളും ഹബീബായ നബിതങ്ങളുടെ ഭാര്യയുമായ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയോട് ആ വിഷയം തൻ്റെ പിതാവിനോട് പറയാൻ വേണ്ടി സഹാബാ കിറാം പറഞ്ഞയക്കണത്. അവർ സ്വീകരിച്ചൊരു വഴി നോക്കുങ്ങൾ. മണലിങ്ങനെ കൂട്ടി കപ്പയ്ക്ക് തറ ഇരിക്കുന്നത് പോലെ മണൽ കൂട്ടിയിട്ട് അതൊന്നും ഇങ്ങോട്ട് പരത്തി വെച്ചിട്ട് അതുമ്മ തല വെച്ചിട്ട് സുഖസുന്ദരമായിട്ട് ഉറങ്ങും. വീട് പട്ടിണിയാണ്. തനിക്ക് അവകാശപ്പെട്ടതുപോലും ബൈത്തുൽ മാലിന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിക്കില്ല. വീട് പട്ടിണിയാണ്. അങ്ങനെയാണ് അലിയാർ തങ്ങളുടെ അധ്യക്ഷതയിൽ സഹാബാ കിറാം ഒരു സ്വകാര്യ യോഗം നടത്തുന്നത്. ഉമറുൽ ഫാറൂഖിന് ശമ്പളം കൊടുക്കണം റളിയല്ലാഹു അൻ. അവിടത്തേക്ക് ഒരു തലേണ ഉണ്ടാക്കി കൊടുക്കണം. ഈ മണ്ണ് കൂട്ടി വെച്ചിട്ട് കല്ല് കട്ടൊക്കെ വെച്ചിട്ട് ഉറങ്ങണത് നമുക്ക് പറ്റണില്ല, സഹിക്കാൻ പറ്റണില്ല. തലേണ എന്ന് പറയുമ്പോഴത്തേന് വളരെ സോഫ്റ്റായ മൃദുവായ തല വെച്ച് പോകുമ്പോഴേക്ക് ഉറങ്ങിപ്പോകുന്ന എന്തോന്നാണെന്ന് മനസ്സിലാക്കരുത്. ഈത്തപ്പനയുടെ ഓലകൾ കീറി പീസാക്കിയിട്ട് ഒരു മുണ്ട് കെട്ടിയിട്ട് ആ മുണ്ടിങ്ങനെ അമർത്തി വെക്കുന്നതാണ് അവരുദ്ദേശിച്ച തലയണ. പക്ഷേ ഈ ഒരു സൗകര്യം ഉമറുൽ ഫാറൂഖിന് നൽകുന്ന കാര്യം ആരാ അവിടെ പോയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക? അതുവരെ യോഗത്തിൽ ഉഷാറിലെ അഭിപ്രായം പറഞ്ഞവരൊക്കെ മെല്ലെ മെല്ലെ പിന്മാറി. എനിക്കാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരൊരു ഐഡിയ കണ്ടുപിടിക്കുന്നത്. മോളോട് പറയിപ്പിക്കാം. മോള് പറഞ്ഞ സ്വന്തം മോള് മാത്രമല്ല, മുത്തറസൂലിൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഉമറുൽ ഫാറൂഖിൻ്റെ ഉമ്മ കൂടെയാണ്, ബഹുമാനിക്കേണ്ട ആളാണ്. അങ്ങനെ ആകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഹഫ്സ ബി റളിയല്ലാഹു അൻഹ പോണത്. ഈ കാര്യം ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ഉന്നയിക്കുന്നത്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ തലതാത്തി കണ്ട് കരഞ്ഞു, തലതാഴ്ത്തി കരഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റിട്ട് പ്രിയപ്പെട്ട മോളെ ചേർത്ത് നിർത്തി. എന്തേ ഹഫ്സ, നിന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ പ്രിയപ്പെട്ട മോൻ അബ്ദുല്ലാഹിബിൻ ഉമറിനോട് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവൻ്റെ 2 ചുമലിലും കൈവച്ചുകൊണ്ട് ഹൃദയത്തോടുടക്കി കണ്ണോടുടക്കിക്കൊണ്ട് പറഞ്ഞൊരു കാര്യം നീ മറന്നുപോയി. കുംഫിദ് ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ ഈ ദുനിയാവിൽ ഒരു യാത്രക്കാരൻ മാത്രം, ഒരു വിദേശി മാത്രം. നിന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നീ പോയിക്കൊണ്ടിരിക്കുകയാണ് ബിൻ ഉമർ. ഏത് നിമിഷവും മരിക്കുമെന്ന്, ഖബറിൽ പോവേണ്ടി വരുമെന്ന്, നിന്റെ ശരീരം ഖബറാളികളോടുകൂടെയാകുമെന്ന് നീ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുക. മോളെ ഹഫ്സ, ഞാനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മുത്തറസൂലും അബൂബക്കർ സിദ്ദീഖും ഒന്നിച്ചൊരു യാത്ര തുടങ്ങിയവരാണ്. അവർ 2 പേരും അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു. ഇനി ഞാൻ
അവർക്കൊന്നും ഇല്ലാത്തൊരു സൗകര്യം എനിക്ക് വേണ്ട മോളെ എന്നും പറഞ്ഞിട്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ വളരെ ചെറിയ ആ ദുന്യാവിൻ്റെ സൗകര്യം പോലും ഉപേക്ഷിക്കുന്നു. കാരണം ഈ ദുന്യാവിന് വേണ്ടിയല്ല അവർ ജീവിച്ചത്. ഈ ദുന്യാവ് അങ്ങോട്ട് തീരുമെന്ന കൃത്യമായ ബോധം അവർക്കുണ്ടായിരുന്നു. അപ്പം ഗീബത്ത് പറയാൻ നമ്മൾ എത്രമേൽ അവസരം ഉണ്ടാക്കിയാലും അതൊക്കെ ആഖിറത്തിനെ ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഗീബത്ത് പറയാതെ ജീവിക്കാൻ എങ്ങനെ കഴിയണം, അതാണ് വിശ്വാസി. കളവ് പറയാതെ എങ്ങനെ ജീവിക്കുക, കഴിയണം, അതാണ് വിശ്വാസി. അതേതോ നബിമാമിൻ്റെ കാലം എന്നൊന്നും ആരും വിചാരിക്കരുത്. ബഹുമാന്യരാകുന്ന സുലൈമാൻ ഉസ്താദിനോട് ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷം പറഞ്ഞു അത്രേ, മറ്റൊരു നുണ പറഞ്ഞതാണ് എന്ന്. അങ്ങനെ കേട്ടിട്ടുണ്ട്. സുലൈമാൻ ഉസ്താദിന് ആകെ കൗതുകമായി. ഓർ ചോദിച്ചു അത്രേ, മുഅ്മിനായ മനുഷ്യന്മാർ പൊള്ളു പറയേന്ന് ഉപർക്ക് സങ്കല്പിക്കാൻ പറ്റണില്ല. നബി തങ്ങളുടെ കാലത്തെക്കുറിച്ചല്ല പറയണത്. നമുക്കിടയിൽ ജീവിക്കുന്ന, നമ്മൾ കാണുന്ന, നമ്മളറിയുന്ന, പലപ്പോഴും നമ്മൾ തൊട്ട നമ്മുടെ സ്വന്തം നേതാവായ സുലൈമാൻ ഉസ്താദിന് മുസ്ലിമായൊരു മനുഷ്യൻ പൊള്ളു പറയാന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അങ്ങനെ ജീവിച്ച അനന്തകോടികളുണ്ട്. സംസാരം കൺട്രോൾ ചെയ്യണമെന്ന് കരുതിയിട്ട് കല്ല് കടിച്ചു പിടിച്ച് നടന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കുറിച്ച് ഇമാമുന ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീനിൻ്റെ അജായിബുൽ ഖുലൂബ് എന്ന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. ചെറിയ മണിക്കല്ല് കടിച്ചു പിടിക്കും. എന്തിനാ? മിണ്ടാണ്ടിരിക്കാൻ. വല്ലതും സംസാരിക്കുകയാണെങ്കിൽ ഈ കല്ലൊക്കെ മാറ്റിവെച്ചിട്ട് ബോധപൂർവം പറയണം. അപ്പോഴേക്ക് അതിൻ്റെ രൂക്ഷതയും അതിൻ്റെ സഭ്യതയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നന്മയാണെന്ന് ബോധിപ്പിക്കാൻ പറ്റും, ബോധ്യപ്പെടാൻ പറ്റും. എന്നിട്ടേ പറയാവൂ. ഒരു മനുഷ്യന് ഇഷ്ടമല്ലാത്തത് അവൻ്റെ അവസാന്നിധ്യത്തിൽ പറയാന്നുള്ളതാണ് ഗീബത്ത്. ഗൈബത്ത് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അസാന്നിധ്യം എന്നാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൻ്റെ 12-ാമത്തെ വചനത്തിൽ മറ്റേതെങ്കിലും ഒരു തെറ്റിനെ കുറിച്ച് അത്രമേൽ തീവ്രമായൊരു പ്രയോഗം നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അയുഹിബ്ബു അഹദുക്കും അൻ തഅകുല ലഹ്മ അഖീഹി മൈത, അൻ യഅകുല ലഹ്മ അഖീഹി മൈത. നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും സഹോദരൻ്റെ മാംസം പച്ചക്ക് തിന്നാൻ ആഗ്രഹിക്കുമോ എന്നാണ്. ഫകരിഹ്തുമു, അത് വെറുപ്പാണല്ലേ, അത് വെറുപ്പാണ്. എന്നാൽ അതിനേക്കാൾ മാരകമാണ് അവൻ്റെ ഗീബത്ത് പറയൽ, അവൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തൽ. അപ്രകാരമുള്ളൊരു പ്രശ്നമാണ് നമീമത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കെണി പറഞ്ഞിട്ട് ഒരു ടീമിനെ തെറ്റിച്ചുകൊണ്ടിരിക്കുക. ഭാര്യ ഭർത്താക്കന്മാരെ, മക്കളെയും വാപ്പമാരെയും സുഹൃത്തുക്കളെ, അധ്യാപകരെയും ശിഷ്യരെയും, സാമൂഹികമായി ബന്ധം സ്ഥാപിക്കേണ്ട ഓരോരുത്തരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല കെണീസും പറഞ്ഞു കൊടുത്ത് തെറ്റിക്കുക. ഇതിനാണ് നമീമത്ത് എന്ന് പറയാം. അങ്ങനത്തെ ആളുകൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. മറ റസൂലുള്ളാഹി ബൈന ഖബറൈൻ, 2 ഖബറിൻ്റെ ഇടയിലൂടെ റസൂലുള്ളാഹി നടന്നുപോയി. അവർ രണ്ടുപേരും കഠിനമായ ശിക്ഷയിലാണെന്ന് അവിടുന്ന് പറഞ്ഞു. അതിലൊരാൾക്ക് ശിക്ഷ കിട്ടാനുള്ള കാരണം യംഷി ബിൻ നമീമ, മൂപ്പര് നമീമത്തായിട്ട് നടക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്രകാരം ഓരോരുത്തരുടെ സ്വകാര്യം വെളിപ്പെടുത്തുക, സംസാരം കൂടി അങ്ങനെയാണ്. പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളൊക്കെ അവർക്ക് ഏതെങ്കിലും ഒരാളെ കുറിച്ചൊരു സ്വകാര്യം അറിയാമെങ്കിൽ സംസാരിച്ചുകൊണ്ടിരുന്നാൽ അതങ്ങനെ പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. മുഅ്മിനായ മനുഷ്യൻ്റെ ഗൈബത്തിൽ, അവൻ്റെ അസാന്നിധ്യത്തിൽ പറയുന്ന ഇതൊക്കെയും ഗീബത്താകും. ഒന്ന്. രണ്ടാമത്തേത്, വേറൊരുത്തൻ്റെ ഈ സ്വകാര്യതയെ മാനിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതെന്ത് ചെയ്യാൻ പാടില്ല, വിശദീകരിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതവനെ നാണം കെടുത്തലാണ്, അവൻ്റെ ആത്മാഭിമാനത്തെ നശിപ്പിക്കലാണ്. അപ്രകാരം തന്നെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നാൽ അതിൽ വഴക്ക് കടന്നു വരും, ആക്ഷേപം കടന്നു വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ലഅാനികളാവാൻ പാടില്ല, ആക്ഷേപിക്കുന്നവർ. അപ്രകാരം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാവാൻ പാടില്ല. പിന്നെ നമ്മുടെ സംസാരം പലപ്പോഴും അനിവാര്യമല്ലാത്ത കാര്യങ്ങളിലേക്ക് കടന്നു വരും. സംസാരിച്ചുകൊണ്ടിരുന്ന മറ്റൊരു പ്രശ്നമാണ്. മൂന്നാമത്തത്, നമ്മുടെയൊക്കെ ഈ ഒരു മനുഷ്യത്വം, നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു പ്രത്യേകമായ സിദ്ധിയാണ് മാനവൻ എന്ന രീതിയിലുള്ള ചില ആദരവും ബഹുമാനങ്ങളും. അതില്ലാതെയായി പോകും. അതുകൊണ്ട് നാവ് വളരെ ശ്രദ്ധിക്കണമെന്ന് പൂർവികരൊക്കെ നമ്മളെയോട് ഓർമ്മപ്പെടുത്തുന്നു. ഏതാനും മിനിറ്റുകൾ കൂടെ നമുക്ക് ബാക്കിയുണ്ട്. നാവിനെ വൃത്തികേടിലൂടെ പോയി മനുഷ്യൻ നശിക്കാതിരിക്കാനുള്ള കുറച്ച് പ്രതിരോധ മാർഗങ്ങൾ കൂടെ നമുക്ക് സംസാരിക്കാം. മുജാഹദത്തു നഫ്സ് ഫി ഇസ്ലാഹിൽ ലിസാൻ. നമ്മുടെ നാവിനെ നന്നാക്കിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്യണം. പ്രത്യേകിച്ച് ഇതുകൊണ്ട് ധാരാളം അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ.
സോഷ്യൽ മീഡിയയിലൊക്കെ കയറി മേയുന്ന ആളുകളുണ്ട്, എന്തിലും അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്, ഞാൻ എന്തായാലും പറയുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പല കുടുംബങ്ങളെയും വല്ലാതെ വിഷമിപ്പിക്കുന്നവരുണ്ട്, തുടർച്ചയായി ട്രോള് നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. പാടില്ലെന്നറിയണം. ഒരാളെയും വിഷമിപ്പിക്കാൻ പറ്റൂല. നമ്മൾ ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ദീനിനും അദ്ദേഹത്തിനും ഉപകാരമുള്ളത് മാത്രമായിരിക്കണം. അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുറേ സംഗതികൾ, നാവിനെ ദീനിലൂടെ മാത്രം കൊണ്ടുപോകാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ വിശദീകരിക്കാൻ സമയം കുറവാണ്. അതേ പ്രകാരം തന്നെ പൂർവീകരുടെ നല്ല ചരിത്രങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ പോയിന്റ് അതാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. ഉമർ ഫാറൂഖ് തങ്ങളുടേത്, ഇബ്രാഹിം ബിൻ അദ്ഹം തങ്ങളുടേത്, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടേത്. ഈ നാവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. നാക്ക് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, മറ്റവയവങ്ങളും ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ പൂർവികരുടെ ചരിത്ര പഠനം വളരെ മഹത്തായ ഒരു കർമ്മമാകുന്നു. അപ്രകാരം തന്നെ ജനങ്ങളോടുള്ള സംസാരം, ജനങ്ങളോടുള്ള കൂടിച്ചേർച്ച പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഇങ്ങനെ അങ്ങാടി പോയിരിക്കണം, എപ്പോഴും ഒരു ചായ മേടിച്ചിട്ട് ഒരു 2 മണിക്കൂർ ഒരു ചായക്കടയിൽ തന്നെ അങ്ങനെ തുടരണം. അവിടെയുള്ള എല്ലാവരെ കുറിച്ചും അഭിപ്രായം പറയണം. ബാങ്കിനെ കുറിച്ചും ഖുത്ബനെ പറ്റിയും മൂലേറിട്ട ഡ്രസ്സിനെ കുറിച്ചും. പിന്നെ പള്ളി കമ്മിറ്റിക്കാർ പള്ളി പെയിൻ്റ് അടിച്ചപ്പോൾ ഒരു തൂണിൻ്റെ മൂലക്ക് ആ കളർ മാറ്റിയിട്ട് വേറൊന്നാക്കിയാലുണ്ടാകുന്ന കൗതുകത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പരമാവധി അതിൽ നിന്ന് ഒഴിവായി നിന്നാൽ നമ്മുടെ നാവ് രക്ഷപ്പെടും. കുറേ പ്രമാണങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്, ഞാൻ ചാടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കൂടെ പറയാൻ നമുക്ക് സമയം വളരെ കുറവാണ്. അപ്രകാരം തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നാവിനെ നിയന്ത്രിക്കാൻ ശുക്രു നിഅമത്തിൽ ലിസാനി, ഈ നാവ് കൊണ്ടുള്ള ഉപകാരത്തെ ഓർത്തിട്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു നാവില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ, ഈ കണ്ണില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഞാനീ പറയുന്നത് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നു, ഒരു തടസ്സമില്ല. ഈ കേൾവിയില്ലെങ്കിൽ നമ്മൾ ആരാവുന്നുള്ളതിനെ പറ്റി ആലോചിച്ച് നോക്കൂ. ജന്മനാ കേൾവില്ലെങ്കിൽ നമുക്ക് നാവ് ഉപയോഗിക്കാൻ കഴിയില്ല, സംസാരം കഴിയില്ല. നേരത്തെ പറഞ്ഞു, ഭാഷയുടെ സിദ്ധികളും ശ്രേഷ്ഠതകളും ഒന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ നിഅമത്തുകളെ കുറിച്ച് നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുക. സൂറത്തുർ റഹ്മാനിൻ്റെ 60-ാമത്തെ വചനം മറക്കരുത്. വഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ, നന്മയുടെ പ്രതിഫലം നന്മയേ ആവൂ. അപ്പം നമ്മൾ ഈ നിയമത്തിനെ ഓർത്തുകൊണ്ടിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. 5-ാമത്തെ ഒരു കാര്യം, ദിക്ർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മാസാല ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് നിൻ്റെ നാവ് ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കണം. ഇക്സാറുദ്ദിക്ർ, ദിക്ർ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് നിരവധിയായ ഹദീസുകളുണ്ട്. കുറേ നമ്മൾ കേട്ടതാണ്, കുറേ ആയത്തുകളുണ്ട്, കുറേയൊക്കെ നമ്മൾ പഠിച്ചവരുമാണ്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. ഈ അത്തഹല്ലി ബിൽ ഹയാഇ, ഒരു ലജ്ജ കൊണ്ട് നമ്മൾ വിശേഷിതരാവണം. ഒരു ലജ്ജ വേണം. ഈ ലജ്ജ എന്ന് പറഞ്ഞാൽ മഹത്തായൊരു സംഗതിയാണ്. ഒരു കാര്യത്തിന് അഭിമുഖീകരിക്കാതെ അന്തർമുഖനാവുക എന്നുള്ളതല്ല ലജ്ജ. പിന്നെ ഈ വൾഗറായ സംഗതികളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രത്യേകമായ സിദ്ധി, അത് വളരെ ആവശ്യമാണ്. ഇപ്പം ഒരു വാപ്പയും മകനും തമ്മിൽ സംസാരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, സംസാരിക്കാൻ പറ്റാത്തതുണ്ട്. അത് അവർ തമ്മിൽ സംസാരിക്കാൻ പാടില്ല. കൂട്ടുകുടുംബം ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ പാടില്ലാത്ത ചില സംഗതികളുണ്ട്. അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ ആ നാട്ടിൽ ഏതോ ഒരു പെണ്ണിനെ വ്യഭിചാരം നടത്തിയിട്ട് പിടിക്കപ്പെട്ടിരിക്കുന്നു, അത് സംസാരിക്കേണ്ട ഒരു കാര്യമായിരിക്കില്ല. രണ്ടാമത്തത്, കുടുംബം വാപ്പയും മകനും കൂടി അത് സംസാരിക്കാൻ പാടില്ല. ഇപ്പൊക്കെ എല്ലാം പൊളിഞ്ഞു പോണത് എങ്ങനെയാണ്? സിനിമ ഇടും, എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണും, വാപ്പുണ്ടാവും, മകളുണ്ടാവും, മോനുണ്ടാവും, എല്ലാവരും ഉണ്ടാകും. അതിൽ ഇതുപോലത്തെ വൃത്തികെട്ടത് വന്നുകൊണ്ടേയിരിക്കും. പ്രണയം വരും, മറ്റു പല പരിപാടികളും വരും. ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ ഈ ലജ്ജ എന്നുള്ളത് കൂട്ടത്തുനിന്ന് എടുത്തു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വൈലം തസ്തഹി, ലജ്ജ ഇല്ലെങ്കിൽ ഫസ്നഹ് മാ ശിഅത, താന്തോന്നിയോയി നടന്നോന്ന്, പറ്റണതൊക്കെ ചെയ്തോന്ന്. ഫസ്നഹ് മാ ശിഅത, ലജ്ജ അല്ലെങ്കിൽ പിന്നെ നിയന്ത്രണം വിട്ടു. ഈ പട്ടത്തിൻ്റെ കയറ് മുറിഞ്ഞ പോലെയാണ്. പിന്നെ എന്താ പറയാന്നുള്ളത് അറിയില്ല, എന്താ ചെയ്യാന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് ലജ്ജ ഉണ്ടാകുന്നത് നാവ് നിയന്ത്രിക്കാൻ പറ്റിയ നല്ലൊരു സംഗതിയാണ്. പിന്നെ അടക്കവും ഒതുക്കവും പാലിക്കുക എന്നുള്ളതാണ്. അപ്രകാരം നമ്മളെപ്പോഴും ജീവിതത്തിൽ വേണ്ടതാണ് ആ യുഹിബ്ബലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ കൂട്ടുകാരനും ഇഷ്ടപ്പെടുക.
അപ്പം നമ്മളെ കൊണ്ട് ആരെങ്കിലും ഇതൊക്കെ പറയാൻ നമുക്ക് ഇഷ്ടമുണ്ടാവുമോ? ഇല്ലേ? എന്നാൽ കൂട്ടുകാരനെ പറ്റിയും പറയരുത്, ദ്വയാർത്ഥ പ്രയോഗം പറ്റൂല, സൂചിപ്പിച്ച് പറയാൻ പറ്റൂല, അവനെ മാനം കെടുത്തും വിധം ആക്ഷൻ കാണിക്കാൻ പോലും പറ്റൂല. നമ്മുടെ ബോഡി ലാംഗ്വേജ് പോലും അവനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടകരമാവണം, ഒരിക്കലും വെറുപ്പുണ്ടാക്കുന്നതാവരുത്. അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനം, അള്ളാഹു ഖഹാറാണ്, അള്ളാഹു ജബ്ബാറാണ്, ഈ സംഗതികളൊക്കെ പഠിക്കുമ്പോൾ അള്ളാഹു റഹീമാണ്, റഹ്മാനാണ്. പടച്ച റബ്ബ് കാരുണ്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ മാനം കെട്ടുപോയിട്ടുണ്ടാവും. പടച്ച റബ്ബ് കാരുണ്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ മാനം കെട്ടുപോയിട്ടുണ്ടാവും. ഒരു നല്ല സദസ്സിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നിച്ചങ്ങോട്ട് വിസർജിച്ചു പോയി സങ്കല്പിച്ചു നോക്കൂ. ഒരു നിക്കാഹിൻ്റെ വേദിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ചിട്ട് നമ്മളങ്ങോട്ട് ഒംറ്റ് ചെയ്തു എന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു പള്ളിയിൽ വെച്ചിട്ട് എന്തായാലും ഒംറ്റിയലൊക്കെ സ്വാഭാവികമാണ് നമ്മുടെ ഈ ഛർദിയൊക്കെ വരിക എന്നുള്ളത്. പക്ഷേ തൽക്കാലത്തേക്ക് മാനം കെട്ടില്ലേ, കുറേ ആൾ വെറുത്തില്ലേ, ആ സദസ്സ് നമ്മളെ കൊണ്ട് അലങ്കോലപ്പെട്ടില്ലേ, ആ പള്ളിയുടെ കാർപ്പറ്റ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമല്ലെങ്കിൽ. അള്ളാഹു നൽകിയ കാരുണ്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നിസ്കാരം അതുപോലെയുള്ള കാര്യങ്ങളിൽ നല്ല സൂക്ഷ്മത കാണിക്കുക. പിന്നെ നാവിനെ നിയന്ത്രിക്കുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചുരുക്കി പറയണേ. പിന്നെ ദ്വാ, അള്ളാഹുവിന് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ദ്വാനെ വിശദീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. മരണസ്മരണയെ വർദ്ധിപ്പിക്കുക. ആഖിറത്തിലുണ്ടാകുന്ന ഭീകരതകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അസാലിമാമൊക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ആ ചിന്ത അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാനം കെടാൻ കഴിയില്ല എന്നാണ് ഇഹ്യാഉലുമുദ്ദീനിൻ്റെ 3-ാം വാള്യത്തിൻ്റെ 217-ാമത്തെ പേജിൽ. അപ്പോൾ കൂടുതലായി മിണ്ടാണ്ടിരിക്കുക എന്നുള്ളത് ജീവിത വിജയത്തിന് ഏറ്റവും അനിവാര്യമായൊരു സംഗതിയാകുന്നു. അതുകൊണ്ടാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ സമത്ത നജാ, മിണ്ടാണ്ടിരുന്നാൽ വിജയിച്ചു. പുതിയ കാലത്ത് പല ബിസിനസ്സുകാരും അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, നാക്കിൻ്റെ പ്രശ്നം കൊണ്ട് സമൂഹങ്ങൾക്കിടയിൽ ഛിദ്രത വരുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, വിഷമങ്ങൾ പലരും സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു വാക്കാണ് മൻ സ്വമത്ത നജ, മിണ്ടാണ്ടിരുന്നാൽ വിജയിച്ചു. ഇതാര് പറഞ്ഞു? ഉഴ്തീതു ജവാമിഉൽ കലിം, സാരസമ്പൂർണ്ണ വചനസിദ്ധി എന്നിൽ പ്രസാദിച്ചുവെന്ന് ആത്മാഭിമാനത്തോടുകൂടെ പറയാൻ പറ്റിയ ലോകത്തിൻ്റെ മഹാഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി. അതിലൊരു മാറ്റമില്ലേ? ആർക്കുമേ ഒരു ശകരം പോലും ഇത് നിരൂപിക്കാനും പറ്റൂല. മൻ സ്വമത്ത നജ, മിണ്ടാണ്ടിരുന്നോ രക്ഷപ്പെടും. ദ്വയാർത്ഥ പ്രയോഗം വേണ്ട, ആരെയും വിഷമിപ്പിക്കേണ്ട. ആത്മാഭിമാനത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. നാവിൽ നിന്നും ശരീരത്തിൻ്റെ മറ്റുപദ്രവങ്ങളിൽ നിന്നും മാനവ സമൂഹം രക്ഷപ്പെട്ടാലേ യഥാർത്ഥ മുഅ്മിനാകൂ എന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നാവിനെ നിയന്ത്രിക്കാം, ദിക്ർ വർദ്ധിപ്പിക്കാം. ഫിക്റും അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയും വഴി ഈ ലോകത്തിൻ്റെ നിസ്സാരതകളെ നമുക്ക് ബോധ്യത്തിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ പരലോകത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് നാവിനെ നിയന്ത്രിച്ച് ശരീരഭാഗങ്ങളെ നിയന്ത്രിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നാവും ലൈംഗിക ഭാഗങ്ങളും തെറ്റ് ചെയ്യില്ലെന്ന് ഒരാൾ എനിക്ക് വാക്ക് നൽകിയാൽ അവന് സ്വർഗം നൽകാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നുവെന്ന് അത് പറയാൻ ആധികാരികതയുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അത് ഓർത്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മെ സംരക്ഷിക്കട്ടെ. നാവിനെയും മറ്റവയവങ്ങളെയും നിയന്ത്രിച്ച് പരലോകത്ത് ശ്രേഷ്ഠരാവാൻ നമ്മെയും നമ്മുടെ സമൂഹത്തെയും നമ്മളോട് ബന്ധമുള്ള എല്ലാവരെയും പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും വിശാലമായി ചിന്തിക്കാനുള്ള മനസ്സ് നൽകുമാറാവട്ടെ. ഇന്ത്യ എല്ലാവരുടേതുമാണ്. ഇന്ത്യ തകരരുത്, ഒരിക്കലും നശിക്കരുത്, മരിക്കരുത്. നമ്മുടെ സംസ്കാരങ്ങളെല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കണം. പൂന്തോട്ടത്തിലെ വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങളായി വ്യത്യസ്തങ്ങളായ ആദർശങ്ങളും മതങ്ങളും ഒക്കെ വേണം. അങ്ങനെയുള്ള മനോഹരമായ ഇന്ത്യ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.